ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പം രാവിലെ ഓഫീസിലോട്ട് ഇറങ്ങി കേട്ടോ. ഇന്ന് രാവിലെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു കസ്റ്റമറെ കാണണം. അപ്പോൾ അതിന് ഊദ്മേതയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഊദ്മേത എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവിടെയുള്ള സ്ഥലങ്ങളും വിശേഷങ്ങളും കാണിക്കാൻ ഞാൻ ഇവിടെ നിന്ന് ബുർജുമാനിൽ നിന്ന് നേരെ ഊദ്മേത മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം. രാവിലെ ഇവിടെ തിരക്ക്, എല്ലാവരും ഓഫീസ് ടൈം ആയതുകൊണ്ട് എല്ലാവരും കുറേ പേര് ഓരോരോ ടൈം ആയതുകൊണ്ട് സൈലൻ്റ് ആണ് കേട്ടോ. പാർക്കിങ്ങിലെല്ലാം വണ്ടികളിങ്ങനെ ഇട്ടൊക്കെയാണ്. ഇപ്പോൾ ഓരോ ടൈമാണ്. ഇപ്പം മണി ഒരു 7:30 ആയിട്ടുള്ളൂ. പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. കരാമയാണ് ഞാൻ താമസം. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. മരം വേപ്പാണ് കേട്ടോ നിൽക്കുന്നത്. ഇതെല്ലാം വേപ്പിൻ്റെ മരങ്ങളാണ് ഫുള്ള്. മുന്നേയൊക്കെ വീഡിയോയിലും ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ സ്ഥലങ്ങൾ. ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു മഴയും കാറ്റും ഒക്കെ വന്നു. അത് അങ്ങനെ വരത്തില്ല, ഇടയ്ക്ക് എങ്ങനെ വന്ന് എല്ലാം അടിച്ചൊടിച്ച് കുറേ സ്ഥലത്ത് കുറേ മരങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിഴുത് ഇട്ടിട്ട് പോയി. അങ്ങനത്തെ ഒരു കാറ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഒരു പട്ടിയെ രാവിലെ കൊണ്ട് ഇവിടെ നടത്താൻ ഇറക്കിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും മുനിസിപ്പാലിറ്റിയുടെ ഷവറിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്മോക്ക് ചെയ്ത് ഇതിലിടാൻ എല്ലാ സ്ഥലത്തും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വേപ്പാണ്, വേപ്പ് മരങ്ങളാണ്. പറ്റാവുന്നിടത്തെല്ലാം അവർ മരങ്ങൾ ദുബായിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് ആ സൈഡിലുള്ള വെച്ചത്. ഈ കരാമ ഏരിയയിൽ തന്നെ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ പഴയ നമ്മൾ യൂസ് ഇല്ലാത്ത ചില വീടൊക്കെ മാറിപ്പോകുമ്പോൾ ഒരു പാകിസ്ഥാൻ ആൾക്കാരാണ്, അവർ കട നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അവർ കുറച്ചൊരു കാണും. അതൊരു ഷോപ്പായിട്ട് എടുത്തിട്ട് എന്നിട്ട് അവർ വിൽക്കും. അപ്പോൾ നമുക്ക് ഇപ്പം ഗ്യാസ് കുറ്റി ആയാലും നമ്മൾ സാധാ വാങ്ങണമെങ്കിൽ 600-700 വരും ഒരു കുറ്റിക്ക്. സ്വന്തമായിട്ട് വാങ്ങും. ഇവിടെയൊക്കെ ചിലപ്പോൾ 100-200 കിട്ടും. യൂസ്ഡ് ഫർണിച്ചർ ഉണ്ടോ, ഷോപ്പുകൾ ഇപ്പം തുറന്നിട്ടില്ല. ആർക്കെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ കരാമ ഏരിയയിൽ വന്നാൽ മതി. ഒരു മദീന ഉണ്ട്, മദീന സൂപ്പർ മാർക്കറ്റ്. ബുർജുമാൻ മെട്രോയുടെ താഴെയാണ്. അതിൻ്റെ ഇവിടെ താഴെ യൂസ്ഡ് ഫർണിച്ചറുണ്ട് കേട്ടോ. ഇവിടെ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. ഇത് ലാഭമാണ്. നമ്മൾ ചിലപ്പം ആവശ്യമില്ലാത്തതെന്നൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ മെനക്കേടുണ്ട്. ഗ്യാസ് കുറ്റിയൊക്കെ പഴയതകത്തിരിപ്പുണ്ട്, അടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവരെടുത്തുകൊണ്ട് വന്ന് അവർ ഇതാക്കി നല്ല വിലയ്ക്ക് തന്നെ നല്ല ലാഭത്തിൽ അവർക്ക് വിൽക്കാം. കാർപെൻ്ററിൻ്റെ ഷോപ്പ്, അങ്ങനെ ഫർണിച്ചറിൻ്റെ ഒത്തിരി ഉണ്ട്. ഇതാണ് യൂസ്ഡ് ഫർണിച്ചർ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ഇതിവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. നമ്മൾ ദുബായിൽ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചൂടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകൾ കാണും. അവിടെ കയറി ഇരിക്കാകത്ത്. ഇതൊക്കെ ഇപ്പം പൂട്ടിയിട്ടൊക്കെയാണ്. ഇവിടെ അധികം ബസ് റൂട്ടില്ല, അതുകൊണ്ടാണ് ഇവരിപ്പം അടച്ചിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ അകത്തിരിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ബുർജുമാൻ മെട്രോയിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ എനിക്ക് അവിടെ നിന്ന് ഊദ്മേത അകത്ത് കയറിയിട്ട് ഊദ്മേത മെട്രോയിലോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് എത്തിയിട്ട് കാണിക്കാം. എനിക്ക് ഇടയ്ക്കൊക്കെ കസ്റ്റമർ അപ്പോയിൻമെൻറ്റ് കിട്ടുമെങ്കിൽ പോകേണ്ടി വരും. ഇതുപോലെ അതെപ്പോഴും കാണത്തില്ല. ഓൺലൈൻ ചിലപ്പോൾ ചൂടാണെങ്കിലും നോക്കില്ല. ചില സമയത്ത് ടാക്സി പോകും.
ഇതുണ്ടെങ്കിൽ പിന്നെ മെട്രോ ആക്സസ് ആണെങ്കിൽ കുറച്ച് നടക്കേണ്ടതൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകും കേട്ടോ. ഇത് വേറൊരു മരമാണ്, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല തണലുണ്ട് അതിൻ്റെ മൂട്ടിലൊക്കെ നിൽക്കുമ്പോൾ. ഇതൊക്കെയാണ് ഒരു ആശ്വാസം ഇവിടെ ചൂട് സമയത്തൊക്കെ. ഒരു ലെമൺ സോഡ അങ്ങനെയുള്ള കടയാണ് കേട്ടോ. ഇവിടെ പുതിയതായിട്ട് വന്നതാണ് ചായക്കട. ഒരു സ്ഥലത്ത് നമുക്ക് ഷവറൊക്കെ ഇടേണ്ട വച്ചിട്ടുണ്ട്. റോഡിലൊന്നും വലിച്ചെറിയണ്ട. പിന്നെ ചില മരങ്ങളുള്ള ഏരിയയിലൊക്കെ തറയിൽ കുറച്ച് പൊടികളൊക്കെ കാണുന്നുണ്ട്. അതിനെ അവർ വണ്ടി വരും. പിന്നെ ഇവിടെ വേറെ ഒരു വണ്ടി വരും കേട്ടോ. അത് റോഡ് തന്നെ തൂത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ട് പോകും. എല്ലാം എടുത്തിട്ട് പോകുന്ന ഒരു വണ്ടിയുണ്ട് ഇവിടെ. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ക്ലീൻ ആക്കും കേട്ടോ. ഇവിടെ കിടക്കുന്നത് മരത്തിൻ്റെ ചില്ലകളിൽ നിന്നൊക്കെ വീഴുന്ന പൊടികളാണ്. ഒരു പൂച്ചയിരിക്കുന്ന കേട്ടോ. ഭയങ്കര സുഖമാണ്. ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. ഓരോരുത്തർ സാധനം ഇടുക്കി പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അതാണ് പരിപാടി. ഇങ്ങനെ ഞാൻ ബുർജുമാൻ മെട്രോയുടെ അവിടെ എത്തി. മെട്രോ സ്റ്റേഷൻ ബുർജുമാൻ. രണ്ട് മൂന്ന് എക്സിറ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 2-3 കൂടെ ഉണ്ട്. എന്നുവെച്ചാൽ വേറെ സൈഡിലോട്ട് നമ്മൾ അതിൻ്റെ അകത്തുകൂടെ തന്നെ നമുക്ക് അപ്പുറ സൈഡ് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇറങ്ങിയിട്ട് കയറി പോകണ്ടേ. അപ്പം അത് വേണ്ട, ഇങ്ങനെ പോവാം. ഇത് ബുർജുമാൻ മാളാണ് ആ കാണുന്നത്, ഓപ്പോസിറ്റ്. മെട്രോ നിങ്ങളതും കൂടെ കാണിക്കുക. ആ സൈഡിലൊക്കെ ഉള്ളത് അകത്തോട്ട് കയറിയ ഫുൾ AC ആണ് കേട്ടോ. നമുക്കൊരു ഇതാണ് ബുർജുമാൻ മാളാണ്. അകത്ത് കാണുന്ന വലിയൊരു മാളാണ്. കാരിഫോർ ഇവിടുത്തെ വലിയൊരു പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന സൂപ്പർ മാർക്കറ്റാണ്. ഇതാണ് ബുർജുമാൻ്റെ. ഇത് ആ സൈഡിലൊക്കെ എക്സിറ്റ് ഉണ്ട്. മൊത്തം 4 എക്സിറ്റ് ഉണ്ട് നമുക്ക്. ഞാൻ അതൊരു കയറാം. പഴയ വീഡിയോയിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ. വലിയ സിഗ്നലാണ് ഇത്. എല്ലാം നമുക്ക് നടന്നു പോകാൻ വേണ്ടി എല്ലാം ലൈനെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തോട്ട് പോകുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സൈഡ് ഈ റോഡൊക്കെ ചിലപ്പം നമുക്ക് ഊദ്മേത പോകുന്ന ഇതാണ് ഇതുവഴി പോകുന്നത്. ഷാർജ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇതുവഴിയൊക്കെ പോവാം. അങ്ങനെയാണ് കേട്ടോ. നേരെ എനിക്കിനി അകത്തോട്ട് കയറണം. ഒരു ആശ്വാസം. AC ഉണ്ട്. എസ്കലേറ്ററിൽ ഇതാണ് നോൾ കാർഡ് കേട്ടോ. RTA കാർഡാണ്. ഇതാണ് ഇവിടെ പഞ്ച് ചെയ്യേണ്ടത്. പഞ്ച് ചെയ്യുക. ഇവിടെ ഓപ്പണായി അകത്തോട്ട് കയറുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും താഴോട്ട് പോകണം. ഗ്രീക്ക് മെട്രോയിലോട്ടാണ് പോകുന്നത് കേട്ടോ. മേലെ പോകാൻ വേണ്ടി. വെളിയിലുള്ള ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. മെട്രോയ്ക്കകത്തുള്ളത്
ഞാൻ ഊദ്മേത മെട്രോ ഇറങ്ങി കേട്ടോ. വീണ്ടും നടക്കുകയാണ്. ഇവിടെ വെളിയിലിറങ്ങി കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ പഞ്ച് കെട്ടി വേണം കേട്ടോ. നേരത്തെ നമ്മൾ പഞ്ചും ചെയ്ത് ഓപ്പണായി വെളിയിലോട്ട് ഇറങ്ങണം. പിന്നെ ഓരോ ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ ഓരോ സ്ഥലത്തും ഉണ്ട് ഓരോ ഇത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടിയാണ്. ഈ വെളിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ കാണുന്നത് ഇതുവഴി വെളിയിലിറങ്ങണം. ഇതാണ് ഊദ്മേത വെളിയിലുള്ള ഇത് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ഇതാണ്. ഇതൊരു മെട്രോ അങ്ങോട്ട് പോയി കേട്ടോ. അതാണ് മെട്രോ റെയിൽ പാളം. അതാണ് കേട്ടോ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുർജുമാൻ അവിടെ നിന്നാണ് വന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഇന്ത്യൻ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചടുത്ത്. നല്ല കാറ്റാണ്. ഒരു ബസ്സും വരുന്ന നിൽക്കും ഇവിടെ. അങ്ങോട്ടേക്ക് പോകുന്ന ഇൻ്റർനാഷണൽ സിറ്റി അതെല്ലാം പോകാൻ വേണ്ടി ബസ് ടാക്സി എല്ലാം ഇവിടെ കിട്ടും.